പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷണീം. എല്ലാവർക്കും നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ഭഗവത് വചനങ്ങൾ ശ്രവിക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നീങ്ങാനുമായി ഇവിടെ ഈ ശാന്തിപഥത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഹയാത്രികർക്കും എൻ്റെ വിനീതമായ ഒപ്പുകയും, ഈ വേദി ഇതിനെ സംവിധാനം ചെയ്ത ശാന്തിപഥത്തിൻ്റെ നായകൻ ശ്രീ ദിനേശ് സാറിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗമാണ്. കർമ്മം അനുഷ്ഠിക്കേണ്ടതിൻ്റെ, കർമ്മം ചെയ്യേണ്ടതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഭഗവാൻ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ശ്ലോകങ്ങൾ, 3-ാം അധ്യായത്തിലെ 9 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സഹായജ്ഞ പ്രജാ സൃഷ്ടി പുരോവാച പ്രജാപതി അന്നേൻ പ്രസവിശ്വത്ഥ ഏഷാ യോഗസ്തിഷ്ഠകാമധോ. എന്താണ്? പുരാ, തുടക്കത്തിൽ, സഹയജ്ഞ, യാഗത്തിൻ്റെ തന്നെ കൂടെ മനുഷ്യവർഗത്തെയും അതായത് പ്രജകളെയും സൃഷ്ടിച്ചു. ആര്? പ്രജാപതി ഉവാച. അങ്ങനെ പ്രജാപതി മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു. ഇവിടെ പ്രജാപതി ബ്രഹ്മാവ് പറഞ്ഞു, അനേന, ഇതിലൂടെ, പ്രസവിശ്വത്വം, സർവവിധ സമൃദ്ധിയും നീ വർദ്ധിപ്പിക്കുക. ഏതിലൂടെ? ഈ യജ്ഞങ്ങളിലൂടെ. മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷം ആ നിർമ്മിച്ചതിൻ്റെ കൂടെ യജ്ഞത്തെ കൂടി സൃഷ്ടിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, നീ നിന്റെ സമൃദ്ധിയും അഭിവൃദ്ധിയും ഇതിലൂടെ പോഷിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. ഇഷ്ടകാമാധു. അങ്ങനെ നീ ഇതിനെ പരിപോഷിച്ചാൽ, ഈ യജ്ഞത്തെ പരിപോഷിച്ചാൽ, യജ്ഞം ചെയ്താൽ എന്നർത്ഥം. നിനക്ക് ഇഷ്ടകാമാധു, ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളെ, നല്ല രീതിയിലുള്ളതാണ്, ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളെ നിനക്ക് ലഭിക്കും തീർച്ച എന്ന് ഇത് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവ്, സ്രഷ്ടാവ് ഇങ്ങനെ പറഞ്ഞു. നോക്കാം. സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മാവ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ യജ്ഞങ്ങളുടെ, അതായത് യാഗങ്ങളുടെ തുടർച്ചയായ പ്രക്രിയയാണ് യജ്ഞം. അനുഷ്ഠാനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. കാരണം നീ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈ യജ്ഞത്തിലൂടെ തന്നെ നിനക്ക് ലഭിക്കും. പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജീവൽ സൃഷ്ടിയാണ് ബ്രഹ്മാവിന്റെ കർത്തവ്യം എങ്കിൽ പോലും എല്ലാ സൃഷ്ടിജാലങ്ങളും ബ്രഹ്മാവിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ഉൾക്കൊള്ളണം. എന്നിട്ട് അതൊരു യജ്ഞമായി മാറ്റണം. ഇത് പരസ്പരം സ്വാഭാവികമായും പരസ്പര പൂരകങ്ങളാണ്. അത് എന്തൊക്കെയാണ്? ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഊർജവും നമുക്ക് ജീവിത സന്ധാരണത്തിനുള്ള കാര്യങ്ങളും ലഭിക്കുന്നത്? സൂര്യൻ ഊർജദായകൻ. അതുപോലെ ഭൂമി സ്ഥിരത, ഭൂമിയിലാണല്ലോ നമ്മൾ സ്ഥിരമായി വഹിക്കുന്നത്. അപ്പം നമ്മുടെ സ്ഥിരത അത് ഭൂമിയുടെ ഭാഗമാണ്. വായു നമ്മുടെ ശരീരത്തിലെ ചലനശക്തി, ശ്വാസോച്ഛ്വാസം അടക്കമുള്ള ശരീരത്തിലെ ചലനശക്തി അടക്കം
വായുവിന്റെ പരിധിയിൽ വരുന്നതാണ്. ജലം ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ജലത്തിന്റെ ആവശ്യം അറിയാലോ, ഫലപുഷ്ടിദായകമാണ്. ജലം ശരീരത്തിന് പുറത്ത് ആണെങ്കിലോ അത് ഫലപുഷ്ടിദായകമാണ്. അഗ്നിയാണ് യജ്ഞാധികാരി. അഗ്നി നമ്മുടെ ദഹനത്തിന് ദായകമാണെങ്കിൽ പോലും അഗ്നി ഇവിടെ ഊർജദായകം എന്നതിനേക്കാൾ ഉപരി യജ്ഞദായകം കൂടിയാണ്. ഈ യജ്ഞത്തെക്കുറിച്ച് വേദത്തിൽ പറയുന്നത് ബ്രാഹ്മണരുടെ വേദകാലം മുതൽക്കേയുള്ള, അത് യജ്ഞം ചെയ്യുന്ന ആളുകളുടെ, ബ്രഹ്മജ്ഞാനികളുടെ, ബ്രാഹ്മണരെന്നും സമൂഹത്തെ മാത്രമല്ല, നമ്മുടെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ജ്ഞാനയോഗികളുടെ ഒരു ആരാധനാ രീതിയാണ് യാഗം. എന്താണ് യാഗം? യാഗം പിന്നീട് പറയുന്നുണ്ട്. അഥവാ യജ്ഞം, തുടർച്ചയായ യാഗം ചെയ്തു വരുന്ന പ്രക്രിയയാണ് യജ്ഞം. വേദങ്ങളുടെ കർമ്മഭാഗത്തെയാണ്, ഈ കർമ്മകാണ്ഡത്തെയാണ് യാഗം അഥവാ യജ്ഞം എന്ന് പറയുന്നത്. വേദത്തിന് രണ്ട് മാർഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേദത്തിൽ ജ്ഞാനമാർഗങ്ങളുണ്ട്, കർമ്മഭാഗങ്ങളുണ്ട്. ഋഗ്വേദമൊക്കെ പറയുന്നത് താത്വികമായ കാര്യങ്ങളാണ്. നമ്മുടെ അനുഷ്ഠാന പ്രധാനമായ കാര്യങ്ങൾ പറയുന്നത് കർമ്മകാണ്ഡത്തിൽ. അതുകൊണ്ട് ഈ യജ്ഞവും യാഗവും ഒക്കെ വരുന്നത് വേദത്തിൽ തന്നെ പ്രതിപാദിതമായ കർമ്മങ്ങളുടെ രീതി അനുഷ്ഠിക്കുക എന്നതാണ് യാഗം കൊണ്ടും യജ്ഞം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാഹ്മണങ്ങൾ വിവരിക്കുന്നത് യാഗങ്ങൾ എങ്ങനെ നടത്താം, വേദത്തിൽ പറഞ്ഞതുപോലെ, തോന്നിയ പോലെയല്ല, വേദത്തിൽ അനുശാസിക്കുന്നത് പോലെ യാഗങ്ങൾ എങ്ങനെ നടത്താം എന്ന വിധിമന്ത്രങ്ങളുമായി, ഇന്ന് വിധിക്കപ്പെട്ട മന്ത്രങ്ങളുമായി അതിൻ്റെ രീതിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 5 തരം യജ്ഞങ്ങളാണ് ഒരു ഗൃഹനാഥൻ അനുവർത്തിക്കേണ്ടത്. അത് സമൂഹമായും കൂട്ടമായും കുടുംബപരമായും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഒരു ഗൃഹസ്ഥൻ ഗൃഹത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, ഗൃഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട 5 യജ്ഞങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 1 ബ്രഹ്മയജ്ഞം, ദൈവമായി ബന്ധപ്പെട്ടുള്ള ബ്രഹ്മയജ്ഞം. 2 ദേവയജ്ഞം, അത് പ്രകൃതി ശക്തികൾക്ക് അനുസൃതമായ രീതിയിൽ അതിനെ പൂജിക്കുന്ന രീതിയാണ് ദേവയജ്ഞം. പിതൃയജ്ഞം, നമ്മുടെ പിതാക്കന്മാരുടെ, പൂർവികന്മാരുടെ സുഖത്തിന് വേണ്ടി, പൂർവികന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം പിതൃയജ്ഞം. മനുഷ്യയജ്ഞം, സ്വാഭാവികമായും നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ശുദ്ധമായ കർമ്മത്തെക്കുറിച്ച്, അതാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. ഭൂതയജ്ഞം, നമ്മുടെ പ്രകൃതിയുടെ കാര്യങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടി, നമുക്ക് അനുസൃതമായ രീതിയിൽ പ്രകൃതിയിൽ നിന്നും ലഭ്യമാകാൻ വേണ്ടി പൂജിക്കുന്ന കാര്യങ്ങൾ ഭൂതഗണങ്ങൾ. അതുപോലെ യാഗങ്ങളുണ്ട്. ഇത് യജ്ഞങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ കുടുംബപരമായി ഗൃഹസ്ഥൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. സാമൂഹികമായി ചെയ്യേണ്ട കർമ്മങ്ങൾ, യാഗങ്ങൾ അതുണ്ട്. അതൊക്കെയാണ് സോമയാഗം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വളരെ വർഷങ്ങളിൽ ഒരിക്കൽ കൂടി ചെയ്യുന്നതാണ് യാഗങ്ങൾ. ഇവിടെ മുമ്പേ അത് സ്ഥിരമായി ചെയ്തു വരുന്ന കാര്യമായിരുന്നു എന്ന് പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. സോമയാഗം, സൗമിത്രമണി യാഗം, പൗണ്ഡരി യാഗം, അശ്വമേധയാഗം, അതിരുദ്രയാഗം, വാജപേയം, അഗ്നിഹോത്രം. ഇതാണ് യാഗങ്ങൾ. ഇത് വ്യവസ്ഥാപിതമായ യാഗങ്ങൾ, അല്ലാത്തതും ഉണ്ട്. പക്ഷെ ഈ യജ്ഞങ്ങളും യാഗങ്ങളും ഒരുവൻ നിശ്ചയമായും കുടുംബപരമായും സാമൂഹ്യപരമായും അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത്. പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും ദൈവത്തിന്റെ സൃഷ്ടി വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഈ വ്യവസ്ഥയുടെ എല്ലാ ഭാഗങ്ങളും പരസ്പരം സ്വാഭാവികമായി പരസ്പര പൂരകങ്ങളാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം, നേരത്തെ പറഞ്ഞല്ലോ, സൂര്യൻ ഊർജദായകൻ, ഭൂമി സ്ഥിരത, വായു ശരീരത്തിലെ ചാലനശക്തി, അഗ്നി യജ്ഞസമർപ്പണത്തിന്റെ ഭാഗം. അടുത്ത ശ്ലോകം പറയുന്നത് 13ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കണം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാഹ പരസ്പരം ഭാവയന്താഹ ശ്രേയ പരമമാപ്സ്യസാഹ. എന്താണ് സംഭവിക്കുന്നത്? അനേന, ഈ യജ്ഞങ്ങളിൽ, നേരത്തെ പറഞ്ഞ ഈ യജ്ഞങ്ങളിൽ ദേവന്മാരെ ഭാവേത പ്രീതിപ്പെടുത്തിയാൽ, തേ ദേവ,
ആ ദേവന്മാർ നിങ്ങളെ ഭാവയന്തു, നിങ്ങളെ പ്രീതിപ്പെടുത്തു. നിങ്ങൾ ദേവനെ പ്രീതിപ്പെടുത്തിയാൽ ദേവൻ നിങ്ങളെയും പ്രീതിപ്പെടുത്തും. അത് പരസ്പരം പൂരകങ്ങളാണ്. പരസ്പരം അന്യോന്യം ഭാവയന്ത, പരസ്പരം പൂരിതങ്ങളാണ്. പ്രീണിപ്പിക്കുന്ന ആര്? ദേവന്മാർ നിങ്ങളെയും പ്രീണിപ്പിക്കും. നിങ്ങൾ ദേവനെ പൂജിച്ചാൽ നിങ്ങളെയും ദേവൻ അനുഗ്രഹിക്കും. പരമമായ ശ്രേയാഹ അവാപ്സ്യസി, അങ്ങനെ നിങ്ങൾ ദേവനെ പൂജിച്ചാൽ നിങ്ങൾ പരമമായ ശ്രേയസ്സിനെ പിന്തുടരും. പരമമായ ശ്രേയസ് നിങ്ങൾക്ക് ലഭിക്കുമാറാകും. അനേന ദേവാൻ ഭാവയതാഹ തേ ദേവ വാ ഭാവയന്തു പരസ്പരം ഭാവയന്തു പരം ശ്രേയ അവാപ്സ്യ. ഇങ്ങനെ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഇത് പരസ്പരം പൂരകങ്ങളായ ഒരു പ്രാർത്ഥനയാണ്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ, ദേവന് വേണ്ടി നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളെ ദേവനും സംരക്ഷിക്കും, സംശയമില്ല. അതാണ് ഇതിൽ പറയുന്നത്. ഈ യജ്ഞങ്ങളിൽ ദേവന്മാർ പ്രീതിപ്പെടുത്തിയാൽ ആ ദേവന്മാർ നിങ്ങളെ തീർച്ചയായും പ്രീതിപ്പെടുത്തും. അന്യോന്യം പ്രീതിപ്പിക്കുന്നത് ആയിട്ട്, അന്യോന്യം പൂരകങ്ങളായി, അന്യോന്യം പരസ്പരം പൂജിക്കുകയും അതുപോലെ തന്നെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഈ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരികൾ. എന്തിനാണ് ദേവനെ പൂജിക്കുക എന്ന് പറയുന്നത്? നമുക്ക് ഓരോ ദേവനും ഓരോ പോർട്ട്ഫോളിയോ ഉണ്ട്. വായുദേവൻ, അഗ്നിദേവൻ, അഗ്നിക്ക് അഗ്നിയുടെ കാര്യങ്ങൾ ചെയ്യുക. വരുണൻ മഴയുടെ കാര്യങ്ങൾ ചെയ്യുക. മഴയൊക്കെ പൂജിക്കുന്നത് വരുണന് വേണ്ടിയാണ്. വായുദേവൻ. അങ്ങനെ ഓരോ പ്രകൃതി ശക്തിക്കും ഓരോ അധിദേവതമാരുണ്ട്. അപ്പം നമ്മൾ പൂജിക്കുന്നത് മഴയ്ക്ക് വേണ്ടി വരുണനെ പൂജിക്കുന്നു, അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പ്രകൃതി ശക്തികളെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ദേവന്മാരെയാണ് പൂജിക്കുന്നത്, പരബ്രഹ്മത്തെ അല്ല. പരബ്രഹ്മം നമ്മുടെ സുപ്രീം അതോറിറ്റിയാണ്. അതിന്റെ പോർട്ട്ഫോളിയാണ് നമ്മൾ ഇങ്ങനെ വിഭജിച്ച് മറ്റു ദേവന്മാർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അത് പറയുന്നത് ഭഗവത് ശരീരത്തിന്റെ, വിരാട് ശരീരത്തിന്റെ ഭാഗമാണ്. ഈ ഭൗതികത തരുന്ന, പ്രദാനം ചെയ്യുന്ന ദേവന്മാർ എന്നത് വിരാട് സ്വരൂപത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. വിശ്വരൂപത്തിൽ 11-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ വിരാട് രൂപത്തിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഗുണഗണങ്ങളുടെ അധിദേവതന്മാരാണ് ഈ ദേവന്മാർ. അങ്ങനെ നമ്മൾ ദേവന്മാരെ പൂജിക്കുന്ന കാലം നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഈ ശക്തികൾ ദായകങ്ങളാകുന്നു. അത് നമുക്ക് ആ പൂജക്കനുസരിച്ചിട്ടുള്ള വിധി നമുക്ക് ഫലം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് നമ്മളെ ലൗകിക ജീവിതത്തിൽ ലഭിക്കുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, പ്രീതിയും അപ്രീതിയും ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും യാഗത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിതത്തിൽ സുഖഭൂയിഷ്ടമായ, ഭൗതിക സുഖമല്ല പറയുന്നത്, ഒരു നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ പ്രകൃതി അനുസരിച്ചിട്ടുള്ള അധിദേവതമാരെ എന്തായാലും പൂജിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ യജ്ഞ ഉപഭോക്താവാരാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എത്തിച്ചേരുന്നത് വിഷ്ണുവിലെയാണ്. അപ്പം നമ്മൾ ശിവനെ പൂജിച്ചാൽ, ശിവനെയല്ല വായുവെ പൂജിച്ചാലും അഗ്നിദേവനെ പൂജിച്ചാലും മറ്റു പ്രകൃതി ശക്തികളെയൊക്കെ പൂജിച്ചായാലും നമ്മൾ പ്രാദേശികമായി ദേവതാ സങ്കല്പത്തിൽ നമ്മൾ പൂജയും അർപ്പണവും ചെയ്താലും എത്തിച്ചേരുന്നത് വിഷ്ണുവിൽ പാദങ്ങളിലാണ്. അത് പറയുന്നുണ്ട്, ഭോക്താരാം സർവേജ്ഞാനം. ആര്? ഭഗവാൻ, പരബ്രഹ്മമായ ശ്രീകൃഷ്ണമൂർത്തി. പരബ്രഹ്മം അത് എല്ലാത്തിൻ്റെയും ഭോക്താരമാണ്. അപ്പം നമുക്ക് ഒരു ഇഷ്യൂ, ഒരു സംഭവം ഉണ്ടായാൽ, ഇപ്പം പേമാരിക്ക് വേണ്ടി, ഫലഭൂയിഷ്ടമായ സമ്പത്തിന് വേണ്ടി, പേമാരിക്ക് വേണ്ടി നമ്മൾ വരുണനെ ചെയ്യുകയാണ്, വരുണന് വേണ്ടി പൂജന ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ല ഇത് വരുണന് മാത്രമാണോ? നമ്മുടെ പരബ്രഹ്മമായ പരമസ്വരൂപത്തിന് ഇതിന് ബാധകമല്ലേ? തീർച്ചയായും ബാധകമാണ്. നമ്മൾ ഇന്ദ്രനായാലും വരുണനായാലും മറ്റു പ്രകൃതി ശക്തികൾക്കായാലും നമ്മൾ പൂജിക്കപ്പെടുമ്പോൾ എത്തുന്നത് അവിടെ തന്നെയാണ്. കാരണം വിഷ്ണു ഭോക്താരാം സർവയജ്ഞാനാം, സർവയജ്ഞങ്ങളുടെയും
ഭോക്താരമാണ് പരബ്രഹ്മമായ വിഷ്ണു. അതുകൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യുക, അതാണ് ഗീതയിൽ ഈ ഭാഗത്തിലൂടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യജ്ഞാനുഷ്ഠാനം ചെയ്താൽ അത് സർവ്വവിധ കർമ്മങ്ങളെയും പവിത്രീകരിക്കും. ഇനി യജ്ഞം ചെയ്താൽ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? യജ്ഞമൊക്കെ ചെയ്യുന്നുണ്ട്, അത് പുറത്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കഴിക്കുന്നുണ്ട്, അതോടെ നമ്മളെ റോൾ തീർന്നു. പക്ഷെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് ആത്മീയമായി, അത് അല്ലെങ്കിൽ വൈദികമായി നമുക്ക് എന്താണ് ലഭിക്കുന്നത് നോക്കാം. അതിൻ്റെ റിസൾട്ട്, ആഫ്റ്റർ ഇഫക്റ്റ് ഇതാണ്: ആഹാരശുദ്ധൗ സത്വശുദ്ധേർ ധ്രുവാ സ്മൃതസ്തത്യോ സ്മൃതിർലാഭേ സർവഗ്രഥീനാം വിപ്രമോക്ഷാഃ. എന്താണ് സംഭവിക്കുന്നത്? യജ്ഞാനുഷ്ഠാനം കൊണ്ട്, യജ്ഞം ചെയ്യുന്നതിനെ കൊണ്ട് എന്താ കാര്യം? ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. 3 തരം ത്രികരണ ശുദ്ധിയെക്കുറിച്ച് പിന്നീട് പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ യജ്ഞത്തിന്റെ ഭാഷയിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്താ? ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കുമ്പോൾ ഭുജിക്കുന്നവന്റെ ജീവിതവും പവിത്രമാക്കപ്പെടുന്നു. എന്തായാലും നമ്മുടെ രീതിയിൽ രണ്ട് രീതിയിലുള്ള കർമ്മങ്ങളുണ്ട്. ഒന്ന് സാത്വിക അധിഷ്ഠിതമായ യജ്ഞവും യാഗവും, അതുപോലെ രാജസഗുണപ്രധാനമായ യാഗവും. ചില രാജസഗുണപ്രധാനമായ യാഗങ്ങളിൽ മദ്യവും മാംസവും ഒക്കെ പൂജിക്കുന്നുണ്ട്. അത് അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം അത് പ്രസാദമായാലും അല്ലെങ്കിലും അത് ആഹാരശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി വരും. മറ്റേ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. കാരണം അതും ഇതേപോലെ യാഗത്തിന്റെ ഭാഗമായിട്ടാണ് പ്രസാദം ലഭിക്കുന്നതെങ്കിൽ, ഏത് മത്സ്യമുണ്ട്, മാംസമുണ്ട്, മദ്യവും കൊടുക്കുന്ന ആചാരങ്ങൾ യാഗമാണെങ്കിൽ പോലും അത് ആഹാരശുദ്ധി ഉണ്ടാകും എന്ന് വ്യക്തിപരമായ അഭിപ്രായമില്ല, പ്രമാണങ്ങൾ പറയുമെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷണങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ വന്നാലോ, ആ ജീവിതശുദ്ധി സ്മരണമണ്ഡലത്തിലെ ശുദ്ധമാക്കുന്നു. സാത്വികമായ ചിന്താഗതി സാത്വിക ആഹാരം കഴിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സാത്വിക സ്വഭാവം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, മാതാപിതാക്കന്മാർ നിർദ്ദേശിക്കേണ്ടത് സാത്വികമായ ആഹാരം തൽക്കാലം പോഷക ഗുണത്തിന്റെ ഭാഗത്തിൽ മാത്രം മാറ്റി നിർത്തിയിട്ട് തൽക്കാലം സാത്വിക ആഹാരം മാത്രം നമ്മുടെ പുതിയ തലമുറക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം അവരുടെ ഭാവിയിൽ അവരുടെ ജീവിതവും ശുദ്ധമാകണം, അവരുടെ സ്മരണയും ശുദ്ധമാക്കണം. ആ സ്മരണ, അവരുടെ ബുദ്ധി ശുദ്ധമായാൽ എന്താണ് ഉണ്ടാകുന്നത്? അത് മുക്തിമാർഗത്തിലേക്കുള്ള, ദൈവമാർഗത്തിലേക്കുള്ള, ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് മോചനം നേടാനുള്ള ചിന്തയിലേക്ക് അവനെ സ്വാഭാവികമായും എത്തിച്ചേരുന്നു. അപ്പൊ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ യാഗത്തിലോ യജ്ഞത്തിലോ ചെയ്യേണ്ടതല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ. നമ്മൾ സാത്വികാഹാരത്തോടുകൂടി, അഥവാ പൂജിക്കുന്ന സ്വഭാവത്തോടുകൂടി അത്രയും പവിത്രമാകുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണം ശുദ്ധീകരിക്കണം. അത് യജ്ഞം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം, 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദസ്യതേ യജ്ഞഭാവിന ഭാവിത തൈർദത്താനുദത്തേഭ്യോ യോ ഭൂതസ്തേന ഏവ സാഹ. എന്താ സംഭവിക്കുന്നത്? യജ്ഞഭാവിത, യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കപ്പെട്ട്, യജ്ഞങ്ങൾ കൊണ്ട് കർമ്മം ചെയ്ത ദേവന്മാർ, പ്രീതരായ ദേവന്മാർ, യജ്ഞം കൊണ്ട് പ്രീതരായ ദേവന്മാർ, വാ നിങ്ങൾക്ക് ഇഷ്ടാൻ ഭോഗാൻ, ഇഷ്ടഭോഗങ്ങളെ ദാസ്യതേ തരുന്നു. നമ്മൾ ആരാധിച്ചാൽ, നമ്മൾ ആവശ്യപ്പെട്ടാൽ, ശുദ്ധ മനസ്സോടുകൂടി നമ്മൾ ആവശ്യപ്പെട്ടാൽ, ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആരാധിക്കുന്ന ദേവതയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം തരും, അതിൽ സംശയമില്ല. ഇഷ്ടാൻ ഭോഗാൻ, പക്ഷെ ആ ഭോഗങ്ങൾ സ്വീകാര്യമായിരിക്കുന്ന ഭോഗങ്ങളായിരിക്കണം. മറ്റ് വഴിവിട്ട ചിന്തകളിൽ ആ ഭോഗങ്ങൾ അല്ല സുഖഭോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ലഭ്യമാകില്ല എന്ന് മാത്രമല്ല, ഫലം മറിച്ചായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ലൗകിക ജീവിതത്തിൽ സംശുദ്ധമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഇഷ്ടാൻ ഭോഗങ്ങളെ നമ്മൾ ഏത് ദേവതകളോട് പ്രാർത്ഥിച്ചാലും ആ ദേവതകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ആ ഭോഗങ്ങളെ
നിങ്ങൾക്ക് പ്രദാനം ചെയ്യും, ആ കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയുന്നത്. ഹി ഞാൻ നോക്കാം, ഹി എന്തെന്നാൽ തൈർ അവരാൽ, ദത്താൻ ദത്തമായിട്ടുള്ള അന്നാദിയെ, ഏഭ്യ ഈ ദേവന്മാർക്ക് അപ്രദായം കൊടുക്കാതെ, യാതൊരുവൻ ഭുങ്ക്തെ അനുഭവിക്കുന്നുവോ ഭുജിക്കുന്നുവോ സാ അവൻ സ്തേനയേവ കള്ളൻ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു, ഇനി കൊടുക്കാതിരുന്നാലോ? നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം സമ്പൂർണമായി കഴിച്ചാൽ, ഈ ദേവതകൾക്ക് അതിന്റെ ഫലം കൊടുക്കാതെ, അതിന്റെ ഒരു അംശം കൊടുക്കാതെ, അതായത് ദേവന്മാരെ അർച്ചിക്കാതെ, ദേവന്മാരെ പരിഗണിക്കാതെ നമ്മൾ കഴിച്ചാൽ അത് നമ്മൾ നമ്മളുടെ മനസാക്ഷിയോടുകൂടി ചെയ്യുന്ന ഒരു അപരാധമാണ്. അത് സ്തേന ഏവ എന്നാണ് പറയുന്നത്. സ്തേന ഏവ എന്ന് പറഞ്ഞാൽ കള്ളൻ തന്നെയാണ്. നിങ്ങൾ കാണിക്കുന്നത് കപടമാണ്, കള്ളത്തരമാണ്. അതുകൊണ്ട് ദാനം ചെയ്യുക, ദേവന്മാർ യജ്ഞം ചെയ്യുക. ആ യജ്ഞത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് ഇത് പറയുന്നത്. കള്ളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ മനസ്സാക്ഷിയെ വഞ്ചിക്കുകയാണ്. കാരണം നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട്, ദേവതയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന അംശങ്ങൾ എന്തായാലും അത് പൂർണ്ണമായും ഉപഭോഗിക്കാതെ നമ്മൾ ദാനമായും നമ്മൾ പ്രസാദമായും അർപ്പണമായും നമ്മൾ ആ ദേവതകൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതിരുന്നാൽ നമ്മൾ മനസാക്ഷിയെ വഞ്ചിക്കലായിരിക്കും. ഈ വേദത്തിന്റെ ഭാഷയിൽ സ്തേനായേവ കള്ളനായി തീരും. കള്ളൻ എന്ന് വിളിക്കപ്പെടുന്നു. കള്ളൻ എന്ന് മോഷ്ടാവെന്ന അർത്ഥത്തിലില്ല. യജ്ഞഭാവിതാഹ ദേവാഹ വാ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യതേ, യജ്ഞഭാവിതമായ ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടാൻ ഭോഗത്തെ തരുന്നു. ഹി തൈർ ദത്താനേഭ അപ്രദായാഹ യാ ഭുങ്ക്തദേ സാ സ്തേനായേവ, അത് നമുക്ക് ലഭിച്ചാൽ തന്നെ ആ ദേവനിൽ നിന്ന് ലഭിക്കുന്ന സുഖഭോഗത്തിന്റെ ഒരു അംശം കൊടുക്കാതെ നിങ്ങൾ പൂർണ്ണമായും ഉപഭോഗിച്ചാൽ അത് നിങ്ങളെ പ്രയോഗിക്കേണ്ട വാക്യം കള്ളൻ എന്നാണ്. സ്തേന ഏവ ച എന്നാണ് പറയുന്നത്. യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഖങ്ങളെ തരും. അതുകൊണ്ട് അവരാൽ, ദേവന്മാരാൽ ദത്തമായിട്ടുള്ള, ദേവന്മാരാലാണ് ദത്തം. നിങ്ങൾക്ക് തരുന്നത് ആരാ? നിങ്ങൾക്ക് തരുന്നത് ദേവന്മാരാണ്. ദേവന്മാരാണ് അവരുടെ അതിദേവത. അതുകൊണ്ട് ദേവന്മാരാൽ ദത്തപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ, ഉപഭോഗങ്ങൾ അവർക്ക് സമർപ്പിക്കാതെ കഴിക്കുന്നത്, അത് നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്, അത് നമ്മുടെ കപട സ്വഭാവമാണ്. മനുഷ്യ ധൂർത്തിന്റെ എല്ലാ അത്യാവശ്യങ്ങളും നിവർത്തിക്കുന്നത് മനുഷ്യ വർഗത്തിന്റെ, അത് ധൂർത്തായാലും അല്ലെങ്കിലും ഉപഭോഗം സമന്വിതമായി ചെയ്യാൻ പോലും അത് ഇതിന്റെ അത്യാവശ്യമാണ്. ദേവന്മാരെ പ്രീതിപ്പിക്കാൻ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ ദാനത്തിന്റെ ഒരു സ്വഭാവം കൂടി പറഞ്ഞല്ലോ. ആ ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. നമ്മൾ പിന്നീടത് പഠിക്കും. നമ്മൾക്ക് ലഭിക്കുന്ന മൊത്തം അത് പബ്ലിക്കിന് കൊടുക്കുന്നതാണ്. ഇത് ഞാനിപ്പോ പറഞ്ഞത് ദേവനത. പക്ഷെ എന്നാലും ദാനത്തിന്റെ പ്രാധാന്യം നമ്മുടെ തത്വശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതിന്റെ 1/3, 3/4 ദാനം കൊടുക്കണമെന്ന് പല മതങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഭഗവാന് കൊടുക്കുന്ന ദാനമല്ല, അത് നമ്മൾ സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കും പ്രാധാന്യം നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ തത്വശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടി ഈ സമയത്ത് ഓർമ്മിക്കുക. ദേവപ്രസാദമായി നമ്മൾ കൊടുക്കുന്ന, നമുക്ക് ലഭിക്കുന്ന മഴയും മഞ്ഞും പ്രകൃതി ശക്തികൾ പോലും ദേവന്റെ പ്രസാദമായി നമ്മൾ കാണണം. നമുക്ക് മഴയില്ലാഞ്ഞാലോ, നമുക്ക് വെള്ളമില്ലാതിരുന്നാലോ, നമുക്ക് വായുവില്ലാതിരുന്നാലോ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് ഈ ലഭിക്കുന്ന പ്രകൃതിയുടെ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി നമ്മൾ കാണണം. ഇവയെ നമ്മൾ സ്വീകരിക്കുമെങ്കിൽ, ഈ പ്രകൃതി തരുന്ന ഈ സൗജന്യം, ഈ പ്രകൃതി തരുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുമെങ്കിൽ, ഈ പ്രകൃതിയോടും നമുക്കത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് യജ്ഞാർപ്പിതമായി, അത് ദൈവത്തിൽ സമർപ്പിതമായി, ദേവതയിൽ സമർപ്പിതമായി നമ്മൾ ചെയ്യണം. ആ ചെയ്യേണ്ട യജ്ഞങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ. യജ്ഞം അനുഭവിക്കുന്ന ഒരാളിന്, യജ്ഞം ചെയ്യുന്ന ഒരാളിന്
എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. Thank you, sir. Thank you.